ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പയും മീനുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ അയല നല്ലവണ്ണം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി എടുത്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു കുടംപുളിയും കുറച്ച് വാളൻപുളിയും ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10-15 ചെറിയുള്ളിയും ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയുള്ളി ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അത് ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒരു പൾസ് ചെയ്താലും മതി. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഉള്ളി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. നല്ല ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി അത് നല്ലോണം വഴറ്റി സോഫ്റ്റ് ആകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടാൽ എളുപ്പം അത് വഴന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മീനിന് വേണ്ടിയുള്ള മസാലയുടെ ചൂടാക്കിയെടുക്കുക. ഇതിൽ തന്നെ ഇതൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് കുരുമുളക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളകും ഇതോടൊപ്പം തന്നെ ചേർക്കാം. ഇതിനി ഒരു ചെറിയ തീയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ആ കാശ്മീരി ചില്ലിയുടെ ഒരു ബ്രൈറ്റ് കളർ ഉണ്ടല്ലോ, റെഡ് കളർ, അതൊന്ന് മാറി ഒരു ബ്രൗൺ കളറായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ചെറു തീയിലിട്ട് വഴറ്റിയെടുക്കാം. അധികം കരിഞ്ഞു പോകാതെയും സൂക്ഷിക്കണം. എന്നിട്ട് അധികം ഇതുപോലെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കിടന്ന ആ ഉള്ളിയും മസാലയെല്ലാം ഒന്ന് വേവാൻ വേണ്ടിയാണ്. ഇത് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാവും, മസാല ഒന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം. നല്ലോണം തിളച്ച് മസാലയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം. ഇനി ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് തണുക്കാൻ വെക്കുകയാണ്. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ വേവിച്ച് വെക്കണ്ടേ, അതുകൊണ്ട് അത് ശരിയാക്കി എടുക്കാം. അതായത് ഒരു വലിയ കപ്പയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ അധികം ഞങ്ങൾ 2 പേരേ ഉള്ളൂ കഴിക്കാൻ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകിയെടുത്തിട്ട് വരാം. ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഞാൻ 4ആയിട്ട് മുറിച്ച്, കാരണം ഒരു കയ്യിൽ വെച്ച് മുറിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ 4ആയിട്ട് അത് മുറിച്ചെടുത്തിട്ട് ഇനി ചെറിയ പീസുകളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നല്ലോണം അരിഞ്ഞെടുത്തിട്ട് വരാം നമുക്ക്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ് അരിയുന്നത്. കോഴിക്കോട് ഭാഗത്തൊക്കെ കുറച്ച് ഇത് മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിയിടുകയാണ് ചെയ്യുക. ഇങ്ങനെ അരിയുമ്പോൾ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ എല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. നമ്മൾ ഒരു തവണ കഴുകുകയാണെങ്കിലും ഇതിനകത്ത് നല്ല കട്ടുണ്ട്. ഇത് വെള്ളത്തിൽ ഇടുമ്പോഴേക്കും ഒരു വെള്ളമൊക്കെ ഒരു വെളുത്ത നിറത്തിലാവും. അതുകൊണ്ട് അതെല്ലാം ശരിക്ക് കഴുകി നോക്കിയിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. കുറച്ച് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ കിടന്ന്. ആ സമയം കൊണ്ട് നമ്മൾ മസാലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ആ സെയിം ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ജാറിനകത്തുള്ള മസാലയെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് എടുക്കണം. നമുക്ക് എത്ര ആവശ്യം ഗ്രേവി ഉണ്ടോ അതനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർക്കണം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ കുടംപുളിയും മറ്റേ പുളിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം.
കണ്ടില്ലേ, ഇത് ഇച്ചിരി കുറുകിയിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ആ മീനെല്ലാം ഒന്ന് മുങ്ങി കിടക്കത്തക്കോണം വെള്ളം ഒഴിക്കണം. എന്നാൽ ചാറ് കുറുകി ഇരിക്കുകയും വേണമല്ലോ. ഇനി എന്താ, ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഞാൻ ഇടുന്നില്ല. കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാം. ഈ കറിവേപ്പില ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം ഞങ്ങൾ വാങ്ങിക്കുന്നതായതുകൊണ്ട് അധികം വിഷം ചേർന്നൊക്കെ അല്ലേ വെളിയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നാടൻ നല്ല വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് കുറേയേറെ ഇടാം. അപ്പം നല്ല ടേസ്റ്റ് വരുമല്ലോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തിള വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണം എല്ലാം ഇതിലേക്ക് പറക്കിയിടണം. ഇത് മുങ്ങിക്കിടക്കത്തക്കോണം നല്ലോണം ഇടണം. ഇതെല്ലാം ഒന്ന് ഒതുക്കി അതിനകത്തിലേക്ക് ഒതുക്കി ഇട്ടിട്ട് മുങ്ങി കിടക്കത്തക്കോണം ആക്കിയിടുക. മീൻ ഓൾറെഡി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോഴത്തെ അടുപ്പത്ത് നമ്മൾ കപ്പ അവിടെ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇതൊന്ന് മൂടി വെച്ചേക്കാം. ഈ മീൻ അത് അവിടെ കിടന്നൊന്ന് വേവട്ടെ. ഒരു 5-10 മിനിറ്റ് അത് അവിടെ കിടന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേവണം. ഇവിടെ നമ്മുടെ കപ്പ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്, പക്ഷെ വെന്തിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചതായിരുന്നു, അത് കപ്പ കണ്ടപ്പോൾ തോന്നി നല്ലോണം വേവുന്നതാണെന്ന്. പക്ഷേ അത്ര മാത്രം എളുപ്പം വേവുന്നതല്ല. അത് തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പൊഴിക്കുകയാണ്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനേക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കാം. അതിലേക്ക് കുറച്ച് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, കുറച്ച് വെളുത്തുള്ളി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് കുറച്ചേറെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ആ മസാലയ്ക്കുള്ള ഉപ്പൂടെ ചേർക്കണം. കാരണം നമ്മൾ മീനിനകത്ത് ഇത് കപ്പയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഈ മസാലയോട് ഇടുമ്പം ഉപ്പ് കുറവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ അരപ്പിനുള്ള ഉപ്പൂടെ ചേർക്കണം. എന്നിട്ട് നമുക്ക് ചതച്ചിട്ട് വരാം. ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയോട് ഇടുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ വേവാനുള്ള താമസമേ ഉള്ളൂ. അതോടെ വെന്ത് കഴിഞ്ഞാൽ അടിപൊളി, നമുക്ക് മീൻ കൂട്ടി കഴിക്കാം. ധൃതിയായി എനിക്ക്. കണ്ടോ, ഇപ്പോഴും വെന്തിട്ടില്ല. ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. ക്ഷമയില്ല അല്ലേ? ഇങ്ങനെ വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഞാനിതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് നല്ല പൊടിയുള്ള കപ്പയാണിത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതൊന്ന് ആ കപ്പ എല്ലാം കൂടെ അതിൻ്റെ മുകളിലിട്ടൊന്ന് മൂടി അടച്ച് പൊത്തി വെക്കണം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ആ മസാല ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇപ്പം അതെല്ലാം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇനി ഇളക്കി കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി അത് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇത് നല്ല കട്ടിയുള്ള പൊടിയുള്ള പൂളയായതുകൊണ്ട് ഇത് കുഴയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുണ്ട്, തുടുപ്പെന്ന് പറയും. നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ തുടുപ്പ് വെച്ചാണ് ഈ കപ്പയും ചീനിയും ചക്കയൊക്കെ ഇളക്കുന്നത്. അത് ഈ തെങ്ങിൻ്റെ ഓലമടൽ വെച്ച് മുറിച്ചുണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുമായിരിക്കും. അതൊക്കെ വെച്ചാണ് എൻ്റെ അമ്മ ഇളക്കുന്നത്. പണ്ട് ചെറുപ്പത്തിൽ ഞാനും ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ തവി തന്നെ ശരണം. എന്തായാലും നമുക്ക് നല്ലോണം കുഴച്ച് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതായത് നല്ലോണം കുഴച്ച് എല്ലാം ശരിയാക്കി വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളി നല്ല നല്ല കപ്പയാണ്. ഇതിനി നമുക്ക് മീൻ്റെ കൂടെ കഴിക്കാം.
ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് കുഴച്ച് ചെയ്തിട്ടില്ലാത്തവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കുഴച്ച് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാം അറിയാമായിരിക്കും. നിങ്ങൾ മീൻ കൂട്ടി നമുക്കിത് കഴിക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.